സത്സംഗവും അധ്യാത്മജ്ഞാനവും ഒന്നും ഇല്ല വെച്ചാൽ ചരാചരങ്ങളിലൊക്കെ ഭഗവാനാണത്. ആ ഭഗവാൻ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഇതൊന്നും അറിഞ്ഞില്ല വെച്ചാൽ നമ്മൾ അഹങ്കാരികളാവുള്ളൂ, നമുക്ക് വിനയമൊന്നും ഉണ്ടാവില്ല. ശ്രേഷ്ഠന്മാരെന്ത് ആചരിച്ചു കാണിക്കുമോ അതാണ് സാധാരണക്കാർ പിന്തുടരുക. ഇപ്പോൾ ശ്രേഷ്ഠന്മാർ നിറഞ്ഞിരിക്കണ ഈ സദസ്സല്ലേ, സദാചാരബോധമില്ലാതെ ധർമ്മബോധമില്ലാതെ മര്യാദകൾ മാനിക്കേണ്ടവരെ മാനിക്കാൻ അറിയാത്ത ഒരുത്തൻ ഇവിടെ വന്നു കൂടിയിരിക്കുക. ഈ സദസ്സ് ആകെ കളങ്കപ്പെട്ടിരിക്കണം. ഇവൻ ആരാ ശിവന്ന് പേരിട്ടതെന്നാണ് ഞാൻ ഇപ്പോൾ ചോദിക്കണത്. കുളിയുണ്ടോ? ചുടലയിലാണ് വാസം. ഇങ്ങനെ തുടങ്ങിയിട്ട് ശിവനെക്കുറിച്ച് പറയാത്തതൊന്നുമില്ല. ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് എൻ്റെ മകളെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമേ ഉണ്ടായില്ല. അപ്പോഴാണ് ആ അച്ഛനോടുള്ള വിരോധം അവിടെ വച്ചാൽ തീർത്തത്. ചോദ്യതേ പരമേഷ്ഠിനെ ഈ അച്ഛൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാണ്ട് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ, ഇന്ന് ഞാൻ പശ്ചാത്തപിക്കുകയാണ്. ഇങ്ങനെ ശിവനെ അവിടെ വച്ച് അത്രയധികം നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. ആരാണ് അങ്ങനെ ചെയ്യുക? ദേഹാഭിമാനികൾ. ദേഹാഭിമാനികൾക്ക് എന്നെ ബഹുമാനിക്കണം, എന്നെ ആരാധിക്കണം, ഞാൻ ചെന്നപ്പോൾ എന്നെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ള തോന്നലുണ്ടാവും അല്ലേ? എന്നാൽ മഹാദേവന് ദക്ഷൻ ദേഹാഭിമാനി അജ്ഞാനിയാണ്, അതുകൊണ്ട് ദേഹാഭിമാനിയാണ്, അതുകൊണ്ട് തന്നെ ബഹുമാനിച്ചില്ല ആദരിച്ചില്ല എന്നൊക്കെ തോന്നി. പക്ഷേ ശിവഭഗവാനാണ് എണീറ്റ് നമസ്കരിക്കണമെന്ന് ഇങ്ങനെ ശടിച്ചതേ. ഈ ഭഗവാനോ എല്ലാ ചരാചരങ്ങളുടെയും ആത്മാവാണ്. ആ ആത്മസ്വരൂപനായി സർവരിലും ഭഗവാൻ തന്നെ കാണുന്ന ഭഗവാൻ ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷം ഉണ്ടാവുമോ? ശരീരാഭിമാനം തെല്ലുമില്ലാത്ത ആത്മാരാമനായ ഭഗവാന് അറിവില്ലാത്ത മൂടനായ ദക്ഷൻ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് വല്ല പ്രയാസം തോന്നുമോ? ഭഗവാൻ അതൊന്നും കേട്ട മട്ടേ നടിച്ചില്ല.